ഹായ് ഓൾ, ഇന്നെന്താ രാവിലെ തന്നെ ഇവക്ക് പണിയെന്നല്ലേ പരിപാടി. അത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിനി ഉച്ചക്ക് കുറച്ച് രണ്ടാൾക്കാർ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഓൾക്ക് ചിക്കൻ ബിരിയാണി, മന്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കണ വെറൈറ്റി പച്ചക്കറികൾ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ വേറെ വരുന്നുണ്ടെന്ന് മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ കുറച്ച് ചോറ് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. ഇതാ ചോറ് തിളച്ചിട്ടുണ്ട്. ടൈം തോനായിട്ടില്ല കേട്ടോ. ടൈം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ വേഗം തുടങ്ങിയതാണ്. കാരണം അതിനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ലല്ലോ വെയിറ്റ് ചെയ്യാനുള്ള. പിന്നെ ഇതാ ഞങ്ങൾ കുക്കറിൽ നല്ല സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് തേങ്ങ രാവിലെ ചേരുന്നുണ്ട്. അപ്പോൾ അതിന് അരച്ച് പാരണം. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരകി റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോറ് ഇതാ ഒരു വിധം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതായി നിവർന്ന് കിടക്കണം എന്താണെന്നല്ലേ, മുരിങ്ങക്കോല്. ഇത് നമുക്ക് അവിയലുണ്ടാക്കാനാണ്. അവിയലുണ്ടാക്കുക, പറഞ്ഞേക്കാത്ത മക്കൾക്ക് അടിയും കൊടുക്കാം. അപ്പോൾ ഇതാ ഒരാൾ തേങ്ങ പൊളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ചിരണ്ടുണ്ട്. അപ്പോൾ ഞാനിതാ തിരക്കിട്ട് നമ്മൾ ബീഫ് ഉണ്ടായിന് കേട്ടോ. ബീഫ് കുട്ടനെ നന്നായിട്ട് കേകി ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ കേബേജ് തോരൻ വെച്ചു. പയർ നന്നായിട്ട് തേങ്ങ ഒക്കെ ഇട്ട് നല്ല വെറൈറ്റി ആക്കിയിട്ട് വെച്ചിട്ടോ. ഇത് മുരിങ്ങ അല്ല കേട്ടോ, പയറാണ്. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവിയലും റെഡിയാക്കി. അപ്പോൾ പെട്ടെന്ന് ഓരോന്ന് കഴിച്ചിട്ട് വേണം, വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് അവിയലും റെഡിയാക്കി വെച്ചു. ചോറ് വെന്തോറ്റി ഒക്കെ റെഡിയാക്കി. ഇനി നമുക്ക് ബീഫ് കൂടി ആക്കാനേ ഉള്ളൂ. അപ്പം ബീഫിന് നല്ല പൂത്തിരി പോലെ തീ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കിടാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം കേട്ടോ. അത് ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗസ്റ്റൊക്കെ വരികയല്ലേ, അപ്പോൾ പറയണ്ടേ നല്ല രസമുണ്ടായിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കി. ബീഫ് ഉപ്പ് വെച്ചിട്ട് പിന്നെ ഈ പൊടികളൊക്കെ ഇടൂലേ, അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി കുറച്ചധികം എടുത്തു. പിന്നെ മുളക്, മഞ്ഞൾ, പിന്നെ കുറച്ച് നമ്മൾ ഈ ജീരകപ്പൊടിയില്ലേ അതൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിട്ടോ. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ കുടുകുടു എന്ന് പറഞ്ഞിട്ട് ഇളക്കുക. അപ്പോൾ അത് തോനെ എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പൊടികളിങ്ങനെ മൂടാൻ മാത്രം. അപ്പോൾ അതൊരു വിധം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് അടുപ്പത്ത് തീ കൂട്ടി വെച്ചാൽ നല്ല ടേസ്റ്റിൽ ബീഫ് വേവിട്ട് നന്നായിട്ട് വേവും. ഗ്യാസിന് വെച്ചാൽ സുഖം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വേവാനാണ് അടുപ്പത്ത് വെക്കണത്. അപ്പം പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നും കുറച്ചെടുത്തിട്ട് ചതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഒന്നും ഇടില്ല. കുറേ ഇട്ട് ഈ സബോള തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ഈ ബീഫിൻ്റെ ടേസ്റ്റ് പോവും ഇട്ടാൽ. അപ്പോൾ അതിനെ കൊണ്ട് അതൊന്നും ഇടാതെ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണം കേട്ടോ. ഇത് നല്ല കറിയാക്കാനാണെങ്കിൽ തക്കാളിയൊക്കെ ഇടല്ലേ. അപ്പം കറിയാക്കാനല്ല വരട്ടാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിലേക്ക് മസാലകളൊക്കെ ഇങ്ങനെ എണ്ണയിൽ വാട്ടി അങ്ങനെ ഇട്ട്. അപ്പോൾ നമ്മളെ ബീഫ് ഇപ്പോൾ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബീഫ് റെഡിയാക്കി. അതിലേക്കൊരു കരിയേപ്പ് ഇങ്ങനെ രസത്തിന് വെച്ചതല്ല കേട്ടോ. കരിയേപ്പ് അതിൽ ഇട്ട് വെച്ചാൽ നല്ലൊരു സ്മെല്ലും തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു കരിയേപ്പ് അതിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ബീഫ് ഇതാ നന്നായിട്ട് തീ കത്തിച്ച് ബീഫ് വേവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ തേങ്ങ ചിരക്കി ആൾക്കാരൊക്കെ ഒട്ടിച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതാ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട്. പിന്നെ മീൻ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി കൂടി പൊരിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വിളമ്പണ വീഡിയോ ഒന്നും എടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വലിയ ലോങ് വീഡിയോ ആക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ആ ബാക്കിയുള്ള മീൻ കൂടി ചട്ടിയിട്ട് വറുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് പപ്പടം പൊരിക്കാണ്ട് ക്ലീനിങ്ങും ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളുണ്ട്, ജ്യൂസ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കി മക്കളെ, ഇത് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ബീഫ് നന്നായിട്ട് വെള്ളം കുറച്ചുണ്ടായിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ